പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനം ലോകമെമ്പാടും ചർച്ചയായതാണല്ലോ. എന്നാൽ 62 വർഷം മുൻപ് ഈ വിവേകാനന്ദ പാറ കയ്യേറാനുള്ള ഒരു നീക്കം നടന്നിരുന്നു. അതിനെ പ്രതിരോധിച്ച് ആ കയ്യേറ്റ ശ്രമങ്ങളെയെല്ലാം തച്ചു തകർത്ത് ആ പുണ്യഭൂമിയെ വീണ്ടെടുത്ത ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അതിൽ ജീവിച്ചിരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലുള്ള കൃഷ്ണേട്ടന്റെയും ദാസേട്ടന്റെയും പോരാട്ടത്തിന്റെ കഥ കേൾക്കാം. വിശ്വപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിന് മുൻപാണ് സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിലെ ശ്രീപാദപ്പാറയിൽ ധ്യാനമിരുന്നത്. ധ്യാനമിരുന്ന സ്ഥലം പക്ഷേ ചിലർ കയ്യേറി മതചിഹ്നങ്ങൾ പാറയിൽ സ്ഥാപിച്ചു. ഒരു വലിയ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ നെഞ്ചിലായിരുന്നു അത് തറച്ചത്. തോറ്റു പിന്മാറാൻ പക്ഷേ ഒരു കൂട്ടർ തയ്യാറായിരുന്നില്ല. ആത്മാഭിമാനം സംരക്ഷിച്ച് സ്വത്വം വീണ്ടെടുക്കാൻ RSS തന്നെ നേരിട്ട് രംഗത്തിറങ്ങി. പിന്നെ നടന്നത് ചരിത്രം. കയ്യേറ്റമൊഴിപ്പിക്കാൻ കോഴിക്കോട് നിന്ന് നിയോഗിക്കപ്പെട്ടത് കടലിന്റെ മക്കളെയായിരുന്നു. ബേപ്പൂർ, വെള്ളയിൽ, കൊല്ലം, പയ്യോളി എന്നിവിടങ്ങളിൽ നിന്നായി 15 സ്വയംസേവകർ ജീവൻ നൽകി സ്വത്വം സംരക്ഷിക്കാൻ തയ്യാറായി. സംഘത്തിന്റെ നിർദ്ദേശാനുസരണം അന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെടുമ്പോൾ ബേപ്പൂർ സ്വദേശിയായ മൊക്കത്ത് കൃഷ്ണേട്ടനെ വയസ്സ് 20. 62 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ പോരാട്ടത്തിന്റെ ചൂട് ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട് കൃഷ്ണേട്ടന്റെ ഓർമ്മകളിൽ. ട്രെയിനിന് പോയിട്ട് കൊച്ചിയില് ലക്ഷണത്തിനും മറ്റേ പാലിനും അവരവിടെ ഇറങ്ങിയിട്ട് 2 ബോട്ടുണ്ട്. 2 ബോട്ടും ലോറി കയറ്റി തിരുവനന്തപുരത്തെത്തി. പിന്നെ നായരോൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ കാര്യത്തിൽ കിടന്നുറങ്ങി അങ്ങോട്ട്. പിന്നെ അങ്ങോട്ട് പുറപ്പെട്ട് രാവിലെ അങ്ങനെ ദീപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കൊണ്ടു ഇറക്കി. എന്നിട്ട് അവിടുന്ന് വലിച്ച് കന്യാകുമാരി വന്ന് ബോട്ട്. അങ്ങനെ വരുമ്പോൾ പല കോപ്പിരാട്ടി അവരുണ്ടാക്കി. അവർക്ക് ഉറപ്പായിപ്പോയി അവിടെ നിന്ന് പോയി സ്ലാബ് അവരടിച്ച് വെള്ളത്തിലിട്ട്. ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാമെന്നറിഞ്ഞിട്ടും സംഘത്തിന്റെ നിർദ്ദേശം അണുവിട തെറ്റിക്കാൻ തയ്യാറായിരുന്നില്ല മൊക്കത്ത് ദാസേട്ടനും. നിശ്ചിത സമയത്ത് തന്നെ കയ്യേറ്റക്കാരിൽ നിന്ന് പാറ തിരിച്ചുപിടിച്ച് വിജയക്കൊടി പാലിച്ച നിമിഷങ്ങളെ ഓർത്ത് ദാസേട്ടന് ഇപ്പോഴും അഭിമാനമാണ്. സംഘത്തിന്റെ ഇതിലുള്ള കുട്ടികളുണ്ട്. അവരോടുണ്ട് അവർ അങ്ങനത്തെ ശാഖയിൽ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളും അങ്ങനെയുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് അഭിമാന സന്തോഷമുണ്ട്. ഇന്ന് കന്യാകുമാരിയിൽ വിശ്വജിയായ വിവേകാനന്ദ സ്മാരകം തലയുയർത്തി നിൽക്കുന്നത് ഒരു കാലത്ത് ജീവൻ പണയം വെച്ച് സ്വത്വം സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ ആത്മധൈര്യത്തിന്റെ നെഞ്ചിലാണ്. ജനം, കോഴിക്കോട്.